നമസ്തേ. നമ്മളിന്ന് നോക്കുന്നത് ഭാരത പര്യടനത്തിലെ ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്ന് പറയുന്ന ലേഖനമാണ് കേട്ടോ. ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്ന് പറയുന്ന ലേഖനത്തിൽ കുറച്ചധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ധർമ്മചിന്തയെ നേശ്യ ബലസേതി ചര്യേതധർമ്മം, ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്നീ ലേഖനങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യുന്നു? 2017 ചോദ്യമാണ്. അടുത്തത് 2 തവണ ചോദിച്ചൊരു ചോദ്യമുണ്ട് കേട്ടോ. 2012-ലും 2016-ലും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്ന പാഠത്തിൽ മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളെ കുട്ടിക്കൃഷ്ണന്മാരാർ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? 2 തവണ ചോദിച്ച ചോദ്യമാണ് അത്. വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഭീഷ്മരുടെ ധർമ്മനിശ്ചയം, വ്യാസൻ്റെ ചിരി എന്നീ ലേഖനങ്ങളിലൂടെ മാരാർ ചർച്ച ചെയ്തത് യുക്തിഭദ്രമോ എന്നൊരു ചോദ്യം 2009 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്ന് പറയുന്ന ലേഖനത്തെ ആസ്പദമാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഭീഷ്മർ പാഞ്ചാലിയുടെ കാര്യത്തിൽ, അതായത് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഭീഷ്മരെടുത്ത തീരുമാനത്തിന്, അല്ലെങ്കിൽ ഭീഷ്മരുടെ ഒരു ധർമ്മത്തിന്, ഭീഷ്മരെടുത്ത ഒരു ധർമ്മചിന്തയ്ക്ക് എന്ത് ന്യായമാണുള്ളത് എന്നാണ് കുട്ടിക്കൃഷ്ണന്മാരാർ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ സംശയം തോന്നുമല്ലോ, എന്തുകൊണ്ടാണ് ഭീഷ്മരെപ്പോലൊരു മഹാരഥൻ അവിടെ ഉണ്ടായിരുന്നിട്ടും ദുര്യോധനൻ ആരോടും അഭിപ്രായം ചോദിക്കാതെ ഈ കൊള്ളരുതായ്മയ്ക്ക് തുനിഞ്ഞത് എന്നൊരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതിനെയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്ന് പറയുന്ന ലേഖനത്തിൽ അതിനെയാണ് വിശകലനം ചെയ്യുന്നത്. കള്ളച്ചൂതിൽ പാണ്ഡവരും അവരുടെ ഭാര്യയും എല്ലാം പണയപ്പെട്ട് കഴിഞ്ഞ ഉടനെ ദുര്യോധനൻ വിതുരരോട് പറഞ്ഞു, വരൂ ക്ഷത്താവേ, പാണ്ഡവപത്നിയായ പാഞ്ചാലിയെ വിളിച്ചു കൊണ്ടുവരൂ. അവൾ വന്ന് നിലമടിക്കട്ടെ, ഞങ്ങൾ അടിമപ്പെണ്ണുങ്ങളെ കൊണ്ട് രസിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വിതുരർ മറുപടി പറഞ്ഞു, വങ്ക, നീ വരാനടുത്ത ആപത്ത് അറിയുന്നില്ല. വിതുരർ പറഞ്ഞു, കൃഷ്ണ അടിമപ്പെട്ടിട്ടില്ല. ഈ രാജാവ് താൻ പണയപ്പെട്ടതിന് ശേഷമാണല്ലോ അവളെ പണയം വെച്ചത്. കുരുക്കൾ മുച്ചൂടും മുടി ഞാൻ പോവുകയാണ്, തീർച്ച. പഥ്യമായ വാക്ക് ആരും കേൾക്കുന്നില്ല, ലോഭം വർദ്ധിച്ചും വരുന്നു എന്ന് പറഞ്ഞു. ദർപ്പോദ്ധതനായ ദുര്യോധനൻ വിതുരരെ ധിക്കരിച്ച് പ്രാതികാമി എന്ന സൂതപുത്രനെ വിളിച്ച് കൽപ്പിച്ചു, പോയി ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുപോവാ. പാണ്ഡവന്മാരെ പേടിക്കേണ്ട, ക്ഷത്താവ് പേടിച്ചിരിക്കുകയാണ്, അങ്ങോർക്ക് ഞങ്ങൾ നന്നാവുന്നത് കണ്ടുകൂടാ എന്ന് വിതുരരെ കുറ്റവും പറഞ്ഞിട്ട് നേരെ പ്രാതികാമിയെ വിട്ട് പാഞ്ചാലിയെ സദസ്സിലേക്ക് വിളിപ്പിക്കാൻ തീരുമാനിച്ചു. ദൂത് കഴിഞ്ഞിട്ട് ധർമ്മപുത്രർ എല്ലാവരെയും പണയം വെച്ച്, സ്വയവും പണയം വെച്ച്, എല്ലാവരെയും പണയം വെച്ചതിന് ശേഷം ശകുനി വീണ്ടും പറഞ്ഞു, ഇനിയും പണയം വയ്ക്കാനൊന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ധർമ്മപുത്രർ പാഞ്ചാലിയെ പണയം വെച്ചു. അതിന് ശേഷമുണ്ടായ സംഭവങ്ങളാണ് ഈ വിവരിക്കുന്നത്. പ്രാതികാമി അന്തഃപുരത്തിൽ ചെന്ന് വിവരം ധരിപ്പിച്ചപ്പോൾ ദ്രൗപദി പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? രാജപുത്രരാരാനും ഭാര്യയെ പണയം വെച്ച് ചൂത് കളിക്കുമോ? യുധിഷ്ഠിരന് ചൂത് കളിച്ച് ഭ്രാന്തായിപ്പോയോ? നടന്നതെല്ലാം പ്രാതികാമി കേൾപ്പിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, നീ ചെന്ന സഭയിൽ ആ ചൂതുകളിക്കാരനോട് ചോദിക്ക്, അങ്ങ് ആദ്യം അടിമപ്പെടുത്തിയത് അങ്ങയെ തന്നെയോ അതോ എന്നെയോ എന്ന്. അതിന് മറുപടി പറയുന്നത് കേട്ടുവാ, എന്നിട്ട് എന്നെ കൊണ്ടുപോകാം എന്ന് മറുപടി പറഞ്ഞു. കൃഷ്ണ അസാധാരണമായ വിധത്തിൽ ധർമ്മബോധമുള്ളൊരു സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണ ഇങ്ങനെ പറയുന്നത്, നീ അവിടെ ചെന്ന് ചോദിക്ക്, പുള്ളിയാണോ ആദ്യം സ്വയം പണയം വെച്ചതാണോ അതോ എന്നെയാണോ പണയം വെച്ചതെന്ന് ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അതിൻവണ്ണം അയാൾ സഭയിൽ ചെന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ നിശ്ചേഷ്ടനായി ഉയരറ്റതുപോലെയായി. അതേ സൂതനോടൊന്നും പറഞ്ഞില്ല. ദുര്യോധനൻ പറഞ്ഞു, ദ്രൗപദി ഇവിടെ വന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഇവർ തമ്മിൽ സംസാരിക്കുന്നത് സദസ്യരെല്ലാം കേട്ടുകൊള്ളട്ടെ. യുധിഷ്ഠിരനും ഒരു ദൂതനെ അയച്ചു. ദ്രൗപദി ധർമ്മത്തിൽ സർവ്വതും സമർപ്പിച്ച് കരഞ്ഞും കൊണ്ട് വന്ന് ശുശിരൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. ദുര്യോധനൻ അവളെ സഭാമധ്യത്തിലേക്ക് തന്നെ വരുത്താൻ വേണ്ടി ദുശാസനോട് പറഞ്ഞു, നീ പോയി ദ്രൗപദിയെ പിടിച്ചു കൊണ്ടുവാ. ഈ അടിമകൾ നിന്നോട് എന്ത് കാട്ടും? കൽപ്പന കേട്ട് ദുശാസൻ എഴുന്നേറ്റ് കണ്ണും തുടിപ്പിച്ച് ചെന്നു. വാ പാഞ്ചാലി, നീ പണയപ്പെട്ടിരിക്കുന്നു. നാണം കിണങ്ങാതെ ദുര്യോധനെ ചെന്ന് കാണ്. ഇനി കുരുക്കളെ സേവിച്ചോ, സഭയിലേക്ക് വാ. ദ്രൗപദി നടുങ്ങി എഴുന്നേറ്റ് കൗരവ സ്ത്രീകൾ ഇരിക്കുന്നിടത്തേക്ക് പാഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അപമാനിതയായി. പിന്നാലെ അലറിക്കൊണ്ട് ദുശാസനും. അയാൾ അവളുടെ നീണ്ടുരുണ്ട് ചുരുണ്ട തലമുടിമേൽ പിടികൂടി. ആ പിടിയോടെ സഭയിലേക്ക് വലിച്ചിഴച്ചു. അവൾ ചൂളി നിന്നു മെല്ലെ പറഞ്ഞു, ഞാൻ രജസ്വലയാണ്, ഒറ്റ വസ്ത്രമേ ഉള്ളൂ. മന്ദ, എന്നെ സഭയിലേക്ക് കടത്തരുത്. അപ്പോൾ ആർത്തവ സമയത്ത് ഒറ്റ വസ്ത്രം മാത്രം ഉടുത്തിരിക്കുന്ന ദ്രൗപദിയെയാണ് ദുശാസനൻ പിടിച്ച് വലിച്ചുകൊണ്ട് സഭയിലേക്ക് കൊണ്ടുവരുന്നത്. മറുപടി, രജസ്വലയായാലും കൊള്ളാം, ഒറ്റ വസ്ത്രമായാലും കൊള്ളാം, വസ്ത്രമൊന്നും ഇല്ലെങ്കിലും കൊള്ളാം, നീ ചൂതിൽ പണയപ്പെട്ട അടിമയായിരിക്കുന്നു.
ദുശാസനാൽ അടിമ അടിമ എന്ന് വിളിച്ച് ചിരിച്ചും വലിച്ചിഴയ്ക്കപ്പെടുന്ന ദ്രൗപദി ധർമ്മത്തിൻ്റെ പേരിലും ഭീഷ്മദ്രോണാദികളുടെ പേരിലും വിലപിക്കുന്നത് കേട്ട് ഭീഷ്മർ പറഞ്ഞു. ഭീഷ്മരെയും ദ്രോണരെയും പേരെടുത്ത് വിളിച്ചിട്ടാണ് ദ്രൗപദി കരയുന്നത്, ഒച്ചത്തിൽ. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ധർമ്മം സൂക്ഷ്മമായതുകൊണ്ട് നിന്റെ ചോദ്യത്തിന് മറുപടി പറവാൻ ഞാൻ ആളല്ല. ഒരു വശത്ത് സ്വന്തമായി ഒന്നുമില്ലാത്തവന് മറ്റൊന്നും പണയം വയ്ക്കാൻ വയ്യ. മറുവശത്ത് സ്ത്രീ ഭർത്താവിന് അധീനയുമാണ്. യുധിഷ്ഠിരൻ സമ്പന്നമായ ഭൂമി മുഴുവൻ വെടിയും, സത്യം വെടികയില്ല. അദ്ദേഹം താൻ പണയപ്പെട്ടു എന്ന് സമ്മതിച്ചും കഴിഞ്ഞു. അതിനാൽ ഞാനിതിലൊന്നും പറയാൻ ആളില്ല. അപ്പോൾ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ എന്ത് പറയുന്നു അതാണ് ധർമ്മം. കാരണം രണ്ട് തരത്തിലും അപകടകരമാണ് ദ്രൗപദിയുടെ അവസ്ഥ. ഒന്നെന്ന് പറയുന്നത് ദ്രൗപദി പാണ്ഡവനിൽ മൂത്തവനായ ധർമ്മപുത്രർ സ്വയം പണയപ്പെടുത്തിയതിന് ശേഷമാണ് ദ്രൗപദിയെ പണയം വയ്ക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത് ദ്രൗപദി ഭാര്യ ഭർത്താവിന് അധീനയാണ് എന്ന സങ്കല്പം വെച്ചിട്ട് ദ്രൗപദിയെ പണയപ്പെടുത്താനുള്ള അവകാശം ധർമ്മപുത്രർക്ക് ഉണ്ട് താനും. ദ്രൗപദി വീണ്ടും വിലപിക്കുകയാണ്. അതിന് മറുപടി ദുശാസൻ്റെ ശകാരങ്ങൾ മാത്രമായിരുന്നു. അതെല്ലാം കണ്ട് അത്യന്തം കുപിതനായ ഭീമസേനൻ പറഞ്ഞു, യുധിഷ്ഠിര, നാട്ടിൽ ചൂതുകളിക്കാർക്കൊക്കെ പെണ്ണുങ്ങളുണ്ട്. ആ കുലടകളെപ്പോലും അവർ പണയം വെച്ച് കളിക്കാറില്ല. അവരിൽ അവർക്ക് ദയയുണ്ട്. അങ്ങ് നമ്മുടെ ധനവാഹനായുധങ്ങളെയും രാജ്യത്തെയും ഞങ്ങളെയും അങ്ങയെ തന്നെയും പണയപ്പെടുത്തി. അതിലൊന്നും എനിക്ക് കോപം വന്നില്ല. അങ്ങ് എല്ലാറ്റിനും ഉടയവൻ തന്നെ. എന്നാൽ ദ്രൗപദിയെ പണയം വെച്ചത് കടന്ന കൈയായിപ്പോയി. ഈ പെൺതയ്യൽ പാണ്ഡവരുടെ ഭാര്യയായ കുറ്റത്തിന് അങ്ങയ്ക്ക് വേണ്ടി ക്ഷുദ്രന്മാരായ തെമ്മാടികളായ കൗരവന്മാരാൽ ക്ലേശിപ്പിക്കപ്പെടുന്നു. ഇവൾക്ക് വേണ്ടി രാജാവേ, ഞാൻ അങ്ങയിൽ എൻ്റെ കോപം വീഴ്ത്തുന്നു. അങ്ങയുടെ കൈ ഞാൻ പൊള്ളിക്കും. സഹദേവ, തീ കൊണ്ടുവാ. ഭീമന് ഭയങ്കരമായ ദേഷ്യം വന്നു. അവിടെ ഭീമൻ മാത്രമാണ്, ആ 5 പേരും കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ ഭീമൻ മാത്രമാണ് പ്രതികരിക്കുന്നത് കേട്ടോ. അർജുനൻ ജ്യേഷ്ഠാനുവൃത്തിയുടെ പേരിൽ, ധർമ്മത്തിൻ്റെ പേരിൽ ഭീമനെ തടഞ്ഞു. ഈ സമയത്ത് നൂറ്റുവരിൽ ഒരുവനായ വികർണൻ പറഞ്ഞു, രാജാക്കന്മാരെ, യാജ്ഞസേനി ചോദിച്ചതിന് മറുപടി പറയുവിൻ. പാഞ്ചാലി ചോദിച്ചതിന് മറുപടി പറയുവിൻ. കുരുവൃദ്ധന്മാരായ ഭീഷ്മരും ധൃതരാഷ്ട്രവും ഒന്നും പറഞ്ഞില്ല. മഹാമതിയായ വിതുരരും എല്ലാവരുടെയും ആചാര്യന്മാരായ ദ്രോണരും കൃപരും ഒന്നും പറഞ്ഞില്ല. രാജാക്കന്മാരെ, കാമക്രോധങ്ങൾ വിട്ട് മറുപടി പറയുവിൻ. ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് അയാൾ നെടുവീർപ്പിട്ടു. കൈ തിരുമ്മിക്കൊണ്ട് തുടർന്നു, നിങ്ങൾ പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ എനിക്ക് ന്യായമായി തോന്നുന്നത് പറയും. സപ്തവ്യസനങ്ങളിൽ ഏതിനെങ്കിലും ആസക്തനായ മനുഷ്യൻ ധർമ്മം തെറ്റിക്കാറുണ്ട്. അങ്ങനെ ചെയ്തതൊന്നും ലോകം വകവയ്ക്കാറില്ല. യുധിഷ്ഠിരൻ വ്യസനാസക്തനായി ചെയ്തതാണിത്. ദ്രൗപദിയാകട്ടെ 5 പേർക്കുമുള്ളവളാണ്. യുധിഷ്ഠിരൻ ആദ്യം പണയപ്പെട്ടിട്ടാണ് അവളെ പണയം വെച്ചത്. ശകുനി ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഇവൾ പണയപ്പെട്ടിട്ടില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഈ കൗരവരിലെ വികർണൻ മാത്രമാണ് ന്യായം ചിന്തിച്ച് സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരെ പോലെയല്ല, വികർണൻ ന്യായമാണ് എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്ന യുദ്ധത്തിൻ്റെ ആയുധശാല എന്ന് പറയുന്ന ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ദുര്യോധൻ്റെ നന്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എതിർത്ത വികർണനോട് പോലും അത്യധികം സ്നേഹമായിരുന്നു എന്നാണ് പറയുന്നത്. സദസ്യർ വികർണനെ അഭിനന്ദിച്ചാർത്തു. അപ്പോൾ കർണൻ അരിശം മുഴുത്ത തൻ്റെ ആഴകുറ്റ കൈ ഉയർത്തി പറഞ്ഞു, വികർണൻ എന്തോ ചില വൈകൃതങ്ങളുണ്ട്. ദ്രൗപദി ചോദിച്ചിട്ട് ഇവരാരും ഒന്നും പറയാത്തത് കൊണ്ട് അവൾ ധർമ്മത്താൽ അടിമയായിരിക്കുന്നു എന്നാണ് ഇവർ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. വികർണ, നീ കുട്ടിയായതുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. നീ ഉണ്ടോ ധർമ്മതത്വം അറിയുന്നു? യുധിഷ്ഠിരൻ സഭയിൽ സർവസ്വവും പണയം വെച്ചു. ആ സർവസ്വത്തിൽ ദ്രൗപദിയും പെടുന്നു. എന്നല്ല, ദ്രൗപദിയുടെ പേർ എടുത്തു ചോദിക്കുകയും അതങ്ങോർ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇവൾ പണയപ്പെട്ടിട്ടില്ല എന്ന് വരിക? ഇനി സഭയിലേക്ക് ഒറ്റ വസ്ത്രത്തോടെ കൊണ്ടുവന്നത് അധർമ്മമായി എന്നാണെങ്കിൽ കേട്ടോളൂ, സ്ത്രീക്ക് ഒരു ഭർത്താവിനെയേ ദേവന്മാർ വിധിച്ചിട്ടുള്ളൂ. ഇവളാകട്ടെ പലർക്കുമുള്ളവയാകയാൽ കുലട തന്നെ. ഇവളെ സഭയിൽ കൊണ്ടുവന്നാൽ ഒന്നുമില്ല. ഒറ്റ വസ്ത്രമായാലും കൊള്ളാം, വസ്ത്രമേ ഇല്ലെങ്കിലും കൊള്ളാം. ഇവരും ഇവരുടേതുമെല്ലാം ധർമ്മത്താൽ ശകുനി നേടിയ സ്വത്താണ്. ദുശാസന, ഈ വികർണനുണ്ടല്ലോ പച്ചക്കുട്ടി, അറിവുള്ളവനെന്ന് ഭാവിക്കുകയാണ്. താങ്കൾ പാണ്ഡവരുടെ വസ്ത്രമെല്ലാം വാങ്ങിവെക്കൂ, ദ്രൗപദിയുടെയും. ഇത് കേട്ട ഉടനെ പാണ്ഡവരെല്ലാം തങ്ങളുടെ ഉത്തരീയ വസ്ത്രങ്ങൾ അഴിച്ച് സഭയിൽ വെച്ചു. പിന്നെ ദുശാസനന സഭാമധ്യത്തിൽ വെച്ച് ദ്രൗപദിയുടെ ഉടയാട പിടിച്ചഴിക്കാൻ തുടങ്ങി.
പെട്ടെന്ന് അവിടെ സഭ്യന്മാർ അയ്യയ്യേ എന്നാർത്തു. പാണ്ഡവരെ നോക്കി കോരിത്തെരിപ്പുണ്ടാക്കുമാർ കലമ്പൽ കൂട്ടുകയും കൗരവരാരും ദ്രൗപദിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്നാർത്തു വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ കഥയിൽ പല മാറ്റങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓരോരോ ഭാഗത്ത് ഓരോരുത്തരുടെ വ്യാഖ്യാനത്തിൽ മാറ്റങ്ങളുണ്ടെന്ന് കുട്ടിക്കൃഷ്ണമാരാർ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സർവധർമ്മജ്ഞനായ വിതുരർ എഴുന്നേറ്റ് കൈ ഉയർത്തി സദസ്യരെ തടഞ്ഞു. ദ്രൗപദി ഇതാ ചോദ്യം ചോദിച്ച് അനാഥയെപ്പോലെ നിലവിളിക്കുന്നു. ആരും ഒന്നും പറയുന്നില്ല. ധർമ്മമാണ് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. ദുഃഖിതൻ കത്തുന്ന തീ പോലെയാണ് സഭയിലേക്ക് വരുന്നത്. അതിനെ സഭ്യന്മാർ സത്യം കൊണ്ടും ധർമ്മം കൊണ്ടും വേണം ഒതുക്കുവാൻ. വികർണൻ അയാളുടെ അറിവിനൊത്തു പറഞ്ഞു. രാജാക്കന്മാരെ, നിങ്ങളും അറിവുള്ളോടത്തോളം പറയുവിൻ. ദുഃഖിതൻ കത്തുന്ന തീ പോലെയാണ് സഭയിലേക്ക് വരുന്നത്. അതാണ്. അതിനെ സഭ്യന്മാർ സത്യം കൊണ്ടും ധർമ്മം കൊണ്ടും വേണം ഒതുക്കുവാൻ. വികർണൻ അയാളുടെ അറിവിനൊത്തു പറഞ്ഞു. രാജാക്കന്മാരെ, നിങ്ങളും അറിവുള്ളോടത്തോളം പറയുക. സഭ അപ്പോഴും നിശബ്ദം തന്നെ. ദുശാസനൻ അപ്പോഴും ലജ്ജിച്ച് വിറച്ച് വിലപിക്കുന്ന ദ്രൗപദിയെ സഭയിലിട്ടൊലുമ്പുകയായിരുന്നു. അതിനിടയിൽ ദ്രൗപദി പറഞ്ഞു, ആദ്യം ചെയ്യേണ്ടത് ചെയ്യാതെ പിന്നെ വേണ്ടതാണിവിടെ നടക്കുന്നത്. ഞാൻ ഈ കുരുസഭയിൽ കുരുജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഞാനത് ചെയ്തില്ലെന്ന കുറ്റം വരാതിരിക്കട്ടെ. ധർമ്മരാജാവിൻ്റെ സവർണ പത്നിയായ ഞാൻ ദാസിയോ അല്ലയോ? കൗരവരെ, പറയുവൻ, ഞാൻ അതനുസരിച്ച് നടന്നുകൊള്ളാം. ഈ നീചൻ എന്നെ വല്ലാതെ വലിക്കുന്നു. ഇതിന് ഏറെ സഹിക്കാൻ വയ്യ. ഞാൻ പണയപ്പെട്ടിരിക്കുന്നുവോ ഇല്ലയോ? ദ്രൗപദി വീണ്ടും കുരുജനങ്ങളോട് ചോദിക്കുകയാണ്, സത്യത്തിൽ താൻ പണയവസ്തുവാണോ അല്ലയോ? ഇയാൾ സ്വയം പണയപ്പെടുത്തിയതിന് ശേഷമാണ് തന്നെ പണയം വെച്ചിരിക്കുന്നത്. അപ്പോൾ താൻ പണയവസ്തുവാണോ എന്ന് വീണ്ടും ദ്രൗപദി ചോദിക്കുകയാണ്. അപ്പോൾ ഭീഷ്മർ മറുപടി പറയുകയാണ്. ഇവിടെയാണ് നമ്മൾ ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്ന് പറയുന്ന പാഠത്തിൻ്റെ ഭീഷ്മരുടെ ഉത്തരം ഇതാണ്. ഭീഷ്മർ അതിന് മറുപടി പറയുകയാണ്. കല്യാണി, ഞാൻ പറഞ്ഞുവല്ലോ, ഭീഷ്മർ പറഞ്ഞു, ധർമ്മത്തിൻ്റെ സൂക്ഷ്മഗതിയെ ലോകത്തിലെ മഹാത്മാക്കളായ വിപ്രന്മാർക്ക് പോലും അറിയാൻ മേല. ലോകത്തിൽ ബലവാനായ പുരുഷൻ ധർമ്മത്തെ ഏത് നിലയിൽ കാണുന്നുവോ അതുതന്നെയാണ് ധർമ്മമെന്ന ധർമ്മചിന്തയിൽ മറ്റുള്ളവരും പറയുന്നു. ഒന്ന് തീർച്ച, ഈ വംശം നശിക്കാൻ ഇനി താമസമില്ല. ഭീഷ്മരുടെ മറുപടി ഇതാണ്. ധർമ്മത്തിൻ്റെ സൂക്ഷ്മഗതിയെ ലോകത്തിൽ മഹാത്മാക്കളായ വിപ്രന്മാർക്ക് പോലും അറിയാൻ മേല. ലോകത്തിൽ ബലവാനായ പുരുഷൻ ധർമ്മത്തെ ഏത് നിലയിൽ കാണുന്നുവോ അതുതന്നെയാണ് ധർമ്മമെന്ന ധർമ്മചിന്തയിൽ മറ്റുള്ളവരും പറയുന്നു. ബലമുള്ളവൻ, അധികാരമുള്ളവൻ ധർമ്മത്തെ എങ്ങനെ കാണുന്നോ അതുതന്നെയാണ് ധർമ്മം എന്നാണ്. ഈ വംശം നശിക്കാൻ പോകും, താമസമില്ല. അത്രയ്ക്ക് ലോഭവും മോഹവും നിറഞ്ഞിരിക്കുന്നു കുരുക്കളിൽ. കുലത്തിൽ ജനിച്ചവർ വല്ലാത്ത വ്യസനം നേരിട്ടാലും ധർമ്മമാർഗത്തിൽ നിന്ന് ഇടറാറില്ല. അതിനുദാഹരണം കല്യാണി, ഞങ്ങളുടെ വധുവായ നീ തന്നെ. കഷ്ടപ്പാടിലും നിൻ്റെ ഈ ധർമ്മശ്രദ്ധ ഉചിതമത്രേ. ധർമ്മജ്ഞരും വൃദ്ധരുമായി ദ്രോണാദികളൊക്കെ പ്രാണൻ പോയതുപോലെ ശൂന്യരായി കുനിഞ്ഞിരിക്കുകയാണല്ലോ. യുധിഷ്ഠിരനാണ് ഈ ചോദ്യത്തിൻ്റെ പ്രമാണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ പണയപ്പെട്ടുവോ ഇല്ലയോ എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. അതായത് ഇവിടെ നിന്നെ പണയം വെച്ചിട്ടുണ്ടോ, നീ പണയവസ്തുവാണോ, അല്ലെങ്കിൽ നീ പണയപ്പെട്ട ആളാണോ എന്ന് പറയേണ്ടത് യുധിഷ്ഠിരനാണ്. അദ്ദേഹം മഹാസത്യവാനാണ്. സത്യം മാത്രമേ അദ്ദേഹം പറയുകയുള്ളൂ, ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ യുധിഷ്ഠിരൻ എന്ത് പറയുന്നു? നീ പണയവസ്തുവാണ് എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞാൽ നീ പണയവസ്തുവാണ്, അല്ലെന്ന് പറഞ്ഞാൽ അല്ല. അതാണ്. മറ്റു രാജാക്കന്മാർ ദ്രൗപദി തേങ്ങിക്കരയുന്നത് കേട്ടിട്ടും ദുര്യോധനെ പേടിച്ച് നല്ലതോ തീയതോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ദുര്യോധനൻ ചിരിച്ചു പറഞ്ഞു, മഹാസത്വേ, നീ പെറ്റ ഈ ചോദ്യത്തെ നിൻ്റെ ഭർത്താവായ ഭീമൻ്റെയോ അർജുനൻ്റെയോ നകുലൻ്റെയോ സഹദേവൻ്റെയോ കയ്യിൽ കൊടുക്കൂ. അവർ നിനക്ക് വേണ്ടി സഭയിൽ പറയട്ടെ, യുധിഷ്ഠിരന് നിൻ്റെ മേൽ ഉടമസ്ഥതയില്ലെന്ന്. അവർ ധർമ്മരാജാവിനെ അസത്യവാനാകട്ടെ. ഞാൻ നിന്നെ അടിമത്തത്തിൽ നിന്ന് വിടാം. നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഭർത്താക്കന്മാരിൽ യുധിഷ്ഠിരൻ ഒഴിച്ചുള്ളവരോട് ചോദിക്കൂ എന്താണെന്ന്. അവരാരെങ്കിലും പറയുകയാണ് യുധിഷ്ഠിരൻ പറഞ്ഞത് തെറ്റാണ്, നീ സ്വതന്ത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സത്യം ലംഘിച്ചവരങ്ങനെ പറഞ്ഞാൽ നിന്നെ ഞാൻ വിടാം. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയട്ടെ, തനിക്ക് നിൻ്റെ മേൽ ഉടമയില്ലെന്ന്. ഈ സഭയിൽ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുന്നത് നിൻ്റെ ഭാഗ്യം കെട്ട ഭർത്താക്കന്മാരെ വിചാരിച്ചിട്ടാണ്. സദസ്യർ ദുര്യോധനെ അഭിനന്ദിച്ച് വസ്ത്രം വീശി അയാളെ ധാർമ്മികനെന്ന് പൂജിച്ചു. പ്രീതി പൂണ്ടു. എല്ലാവരും യുധിഷ്ഠിരാദികളുടെ മുഖത്തേക്ക് ചെരിഞ്ഞു നോക്കി. എന്തു പറയുന്നു ഇവരെന്ന്. ശബ്ദമടങ്ങിയപ്പോൾ ഭീമൻ തൻ്റെ തടിച്ചുരുണ്ട കൈ ഉയർത്തി പറഞ്ഞു, ഈ ധർമ്മരാജാവ് ഞങ്ങളുടെ കുലത്തിന് ഗുരുവല്ലെങ്കിൽ ഞങ്ങളിത് പൊറുക്കുകയില്ലായിരുന്നു. ഞങ്ങളുടെ പുണ്യതപസ്സുകൾക്കും പ്രാണങ്ങൾക്കും ഉടയവനായ ഇദ്ദേഹം താൻ പണയപ്പെട്ടതായി വിചാരിക്കുന്നെങ്കിൽ ഞങ്ങളും പണയപ്പെട്ടു. എന്നാൽ പാഞ്ചാലിയുടെ ആ തലമുടി തൊട്ടവൻ എൻ്റെ പക്കൽ നിന്ന് ജീവനും കൊണ്ടു പോവുകയില്ല. ജ്യേഷ്ഠാനുവൃത്തി കൊണ്ടും അർജുനൻ്റെ വിലക്കൽ കൊണ്ടും തടയപ്പെട്ടിരുന്നില്ലെങ്കിൽ ഞാൻ ഈ പാപികളായ ധാർത്തരാഷ്ട്രന്മാരെ ചമ്മന്തി അരച്ചേനെ.
തമ്മന്തി അരച്ചേനെ എന്നാണ്, തച്ച് തമ്മന്തി അരച്ചേനെ എന്നാണ്. അതായത് ഞാൻ 2 കാര്യങ്ങൾ കൊണ്ട്, ജ്യേഷ്ഠാനുവൃത്തി കൊണ്ടും ജ്യേഷ്ഠനോടുള്ള അനുവൃത്തി കൊണ്ടും അർജുനൻ്റെ വിലക്കൽ കൊണ്ടുമാണ് ഞാൻ ഉപദ്രവിക്കാത്തത്. അതുകൊണ്ട് ഞാൻ ധർമ്മത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല, ധർമ്മപുത്രരെ എതിർക്കുന്നുമില്ല. പക്ഷേ ദ്രൗപദിയുടെ തലമുടി തൊട്ടവൻ്റെ കൈ ഞാൻ പക്കൽ നിന്ന് ജീവനം കൊണ്ട് പോവുകയില്ല എന്നാണ് പറയുന്നത്, എൻ്റെ പക്കൽ നിന്ന്. ഭീഷ്മദ്രോണ വിതുരന്മാർ പറഞ്ഞു, ക്ഷമിക്കുക, അങ്ങനെ തന്നെ സംഭവിക്കും. ഒടുക്കം ദുര്യോധനൻ മനം കെട്ട് മിണ്ടാതെ നിൽക്കുന്ന യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജാവേ, ഭീമാർജുനാദികൾ അങ്ങയുടെ വരുതിയിലാണത്രേ. അങ്ങ് പറയൂ, പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ലേ? ഇത് പറഞ്ഞയാൾ പാഞ്ചാലിയെ നോക്കി പുഞ്ചിരിയിട്ടുകൊണ്ട് തൻ്റെ ഉടയാട മാട്ടിക്കയറ്റി ലക്ഷണമൊത്ത തുട കാട്ടിക്കൊടുത്തു. കോപം കൊണ്ട് കത്തിക്കാളുന്ന ഭീമൻ കണ്ണുരുട്ടി പറഞ്ഞു, ഈ തുട ഞാൻ തച്ചു പൊളിച്ചില്ലെങ്കിൽ എനിക്ക് പിതൃക്കളുടെ സാലോക്യം വേണ്ട. വിതുരർ ആപത്തുകൾ പെരുകി വരുന്നത് വീണ്ടും വീണ്ടും താക്കീത് കൊടുത്തു. ദ്രൗപദി പണയപ്പെട്ടിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും വാദിച്ചു നോക്കി. ആ സമയത്ത് ധൃതരാഷ്ട്രഗൃഹത്തിലെ അഗ്നിഹോത്രശാലയിൽ കുറുക്കൻ ഊരിയിട്ടു. മറ്റു പല ദുശകുനങ്ങളുമുണ്ടായി. ഗാന്ധാരി വന്ന് വിതുരാദികളോടുകൂടി ധൃതരാഷ്ട്ര ആപത്തറിയിച്ചു. ദുശകുനങ്ങൾ കേട്ട് പേടിച്ചതിനാലും ഗാന്ധാരി വിതുരന്മാരുടെ ഉപദേശത്താലും ധൃതരാഷ്ട്ര പാണ്ഡവരുടെ ദാസ്യം വിടർത്തിക്കൊടുത്ത് അവരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചയച്ചു. പക്ഷെ താമസമുണ്ടായില്ല. ദുര്യോധനാദികളുടെ നിർബന്ധത്താൽ രണ്ടാമതും അവരെ ചൂതിനെ വിളിക്കാൻ. ഇത്തവണത്തെ പണയം തോറ്റവർ 12 കൊല്ലം കാട്ടിലും പിന്നീട് 1 കൊല്ലം ആരുമറിയാതെ നാട്ടിലും താമസിക്കണമെന്നായിരുന്നു. അജ്ഞാതവാസകാലത്ത് കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും 12 കൊല്ലം കാട്ടിൽ താമസിക്കണമെന്നുമായിരുന്നു. ആ അനിദ്യൂതത്തിലും യുധിഷ്ഠിരൻ തോറ്റു. പാണ്ഡവർ ദ്രൗപദിയോടുകൂടി കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ദുര്യോധനാദികൾ വരാനിരിക്കുന്ന യുദ്ധവിപത്തിൽ ദ്രോണരെ ദീപമായി കരുതി പുതുതായി രാജ്യം നേടി അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹം പാണ്ഡവരുടെ ബന്ധുവായ ദ്രുപദന് തന്നോടുള്ള പൂർവ്വവൈരവും മറ്റും ഓർത്ത് ആ ഭാരം കയ്യേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ കഥയെന്ന് പറയുന്നത്. ഇത്രയുമാണ് അതിൻ്റെ പശ്ചാത്തലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഭീഷ്മരുടെ ധർമ്മനിശ്ചയത്തെക്കുറിച്ച് മാരാരുടെ കാഴ്ചപ്പാടാണ് മാരാര് പറയുന്നത്. അങ്ങനെ ധർമ്മപ്രവക്താവായ വ്യാസഭഗവാൻ മഹത്തായൊരു രാജ്യസഭയെ ആകമാനം വിഷമിപ്പിച്ച ദ്രൗപദിയുടെ ധർമ്മപ്രശ്നത്തിന് തക്കതായ മറുപടിയില്ലെന്ന് തോന്നുമാറ് ആ രംഗം അങ്ങ് അവസാനിപ്പിച്ചു കളഞ്ഞു. അതായത് നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ദ്രൗപദിക്കൊരു ഉത്തരം കിട്ടിയില്ല. കൃഷ്ണ കരഞ്ഞ് ചോദിച്ചിട്ടും അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. അതാണ് കുട്ടികൃഷ്ണമാരാർ പറഞ്ഞു. പക്ഷേ ആ തോന്നൽ അത്ര ശരിയല്ല. വിതുരരും വികർണനും അതിന് വ്യക്തമായ ഉത്തരം ഉണ്ടായല്ലോ. വികർണൻ്റെ ഉത്തരത്തെ കർണൻ ആക്ഷേപിച്ചതിൻപടി ഒരു കുട്ടിയുടെ പൊട്ടിത്തെറുപ്പ് മാത്രമായി തള്ളാമെന്ന് വെച്ചാൽ തന്നെ ധർമ്മദേവൻ്റെ അവതാരവും വയോവൃദ്ധനും മഹാഭാരതത്തിലെ ധർമ്മപ്രവക്താക്കളിൽ അഗ്രഗണ്യനുമായ വിതുരരുടെ ആവർത്തിച്ച പ്രസ്താവങ്ങളെ എങ്ങനെ നിഷേധിക്കും? ആ രാജസദസ്സിൽ വൈശ്യാപുത്രനായ വിതുരയുടെ വാക്യം ഒരു സാധു കിഴവൻ്റെ പേപ്പറച്ചിൽ മാത്രമായിരുന്നിരിക്കാം. ദുര്യോധൻ്റെ ദൃഷ്ടിയിൽ അദ്ദേഹം അന്തഃപുരത്തിലേക്ക് അയക്കാവുന്ന ഒരു ഭൃത്യൻ മാത്രവുമായിരിക്കാം. എന്നാൽ ബാഹ്യലോകത്തിന് അന്നും ഇന്നും വിതുരവാക്യം വിലപ്പെട്ടത് തന്നെയാണ്. അതാണ് വിതുരവാക്യത്തിന് അന്നും ഇന്നും പ്രസക്തിയുണ്ടെന്നാണ്. എന്നല്ല, മറ്റു രാജാക്കന്മാർ ദുര്യോധനെ ഭയപ്പെട്ടിട്ടാണ് മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരുടെ അഭിപ്രായവും ദുര്യോധൻ ഇഷ്ടപ്പെടാത്തതാണെന്ന്, അതായത് സ്വയം പണയപ്പെട്ട യുധിഷ്ഠിരൻ ദ്രൗപദിയെ പണയം വെച്ചത് അസാധുവാണ്, അധർമ്മമാണ് എന്നാണ് അവർ വിചാരിക്കുന്നതെന്ന് കവി പറയാതെ തന്നെ പറയുകയും ചെയ്തു. നമുക്ക് തോന്നും ഈ ധർമ്മപ്രശ്നത്തിനൊരു ഉത്തരം വ്യാസൻ പറയുന്നില്ല എന്ന്. പക്ഷേ കൃത്യമായ ഉത്തരം വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. വ്യാസൻ ഒന്നും പറയില്ലല്ലോ, നമ്മൾ വായിച്ചെടുക്കണം. അപ്പം വ്യാസൻ 2 പേരെ കൊണ്ട്, വികർണനെ കൊണ്ടും വിതുരരെ കൊണ്ടും അത് വ്യക്തമായി പറയിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റുള്ളവർ ദുര്യോധനെ ഭയന്നിട്ട് മിണ്ടാതിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുര്യോധനെ ഭയന്നത് കൊണ്ട് മാത്രമാണ് അവർ ധർമാധർമ്മങ്ങളെക്കുറിച്ച് മിണ്ടാത്തത്. അവർക്ക് കൃത്യമായിട്ടറിയാം ഈ ചെയ്യുന്നത് അധർമ്മമാണെന്ന്. എന്നിട്ടും അവർ മിണ്ടാത്തത് ദുര്യോധനെ ഭയന്നത് കൊണ്ട് മാത്രമാണ് എന്ന് കവി പറയുമ്പോൾ എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. ഇടയ്ക്കൊരാവരണത്തിനുള്ളിൽ 4 വാക്കുകൂടി. സ്ത്രീ പുരുഷൻ്റെ ജംഗമ സ്വത്ത് മാത്രമാണെന്ന സ്മൃതിയും നികൃഷ്ടവുമായ അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലത്തെ തനി ജീവിത യാഥാർത്ഥ്യമാണ് ഈ കഥയിലുള്ളത്. ആ സെൻറ്റൻസ് മാത്രമായിട്ട് ചോദ്യം വരാവുന്നതാണ് കേട്ടോ. ഒരാവരണത്തിനുള്ളിൽ 4 വാക്കുകൂടി, അത് കളഞ്ഞിട്ട് സ്ത്രീ പുരുഷൻ്റെ ജംഗമ സ്വത്ത് മാത്രമാണെന്ന സ്മൃതിയും നികൃഷ്ടവുമായ അടിമ സമ്പ്രദായവും നിലനിന്നിരുന്ന എന്ന വേദവും നികൃഷ്ടമായ അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലത്തെ തനി ജീവിത യാഥാർത്ഥ്യമാണ് ഈ കഥയിലുള്ളത്.
അത് രണ്ടും ഏറെക്കുറെ പോയി മറഞ്ഞിട്ടുള്ള ഇന്നത്തെ ലോകത്തിൻ്റെ മുന്നിൽ ആ പഴങ്കഥയെ എടുത്തു വെച്ച് ധർമ്മചിന്ത നടത്തുന്നത് കാണുമ്പോൾ ചിലർ ചിരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അന്നത്തെ സ്ഥിതിയെല്ലാം ഇന്നും നിശേഷം പോയി മറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നമ്മെ വിശ്വസിപ്പിക്കാറായിട്ടില്ല. അതുപോലെ തന്നെയുള്ള വേറെ ചില ദുസ്സമ്പ്രദായങ്ങളും മനുഷ്യ സമുദായത്തിൽ ഇന്നും മാച്ചിൽ തട്ടാതെ കിടപ്പുണ്ടെന്ന് നമുക്കറിയാം. അവയുടെ ബലത്തിന്മേൽ അന്ന് ദ്രൗപദിയുടെ മേൽ നടന്ന മാതിരി അത്യാചാരങ്ങൾ ഇന്നും ലോകത്തിൽ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്, മേലിലും നടക്കാനിരിക്കുന്നുണ്ട്. അവ നമ്മുടെ മുമ്പിൽ ചില ധർമ്മപ്രശ്നങ്ങൾ വലിച്ചിടുന്നുണ്ടെന്ന് കാണാം കണ്ണുള്ളവർക്ക്. ചുരുക്കത്തിൽ യുധിഷ്ഠിരൻ ദ്രൗപദിയെ പണയം വെച്ചത് താൻ പണയപ്പെടുന്നതിന് മുമ്പോ പിമ്പോ എന്ന ലഘു വിഷയമല്ല, ഗൗരവമേറിയ മറ്റൊന്നാണ് ഇതിൽ ആണ്ടുകിടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയേണ്ടതാണ്. അതായത് എല്ലാ കാലത്തും സ്ത്രീകളുടെ ഒരു പ്രശ്നമാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. കാരണം സ്ത്രീ പുരുഷൻ്റെ അടിമയാണോ അല്ലയോ, അവൻ അധീനപ്പെട്ടവളാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വ്യാസൻ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് എന്നാണ്. മേൽ വരിച്ച വിധം ദ്രൗപദിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം വിതുരവികർണന്മാർ പറഞ്ഞതുപോലെ തുലവും വ്യക്തമാണ്. എന്നിട്ടും ആ രംഗത്തെ അതിന് ശരിക്കൊരു മറുപടി ഉണ്ടായില്ലെന്ന ഭാവത്തിൽ കവി അവസാനിപ്പിക്കാൻ എന്തേ എന്നല്ല, കുരുപിതാമഹനായ ഭീഷ്മരെ കൊണ്ട് അതിന് ഉത്തരം പറയുക സാധ്യമല്ല എന്നൊരിക്കലല്ല 2 വട്ടം പറയിച്ചതെന്തേ? ഭീഷ്മർ ധർമ്മജ്ഞതയിൽ വിതുരരെക്കാർ ഒട്ടും ഒരു വിധത്തിലും കുറഞ്ഞ ആളല്ല. വിതുരരുടെ പിതൃസ്ഥാനം കൂടിയുള്ള അദ്ദേഹത്തിന് ആ വികർണന് പോലും അറിയാവുന്നത് മനസ്സിലായില്ലെന്ന് വരാമോ? മറ്റ് രാജാക്കന്മാർക്കെന്ന പോലെ ഭീഷ്മർക്ക് ദുര്യോധനെ പേടിയുണ്ടെന്ന് വിചാരിച്ചുകൂടാ. യൗവനാരംഭത്തിലെ എടുത്ത പ്രതിജ്ഞ മൂലം അദ്ദേഹം സർവ്വതോ നിസ്സംഗനായി കഴിയുകയാണല്ലോ. ഇതെല്ലാം ഇരുന്നിട്ടും തലമുറകളായി കുരുവംശത്തെ രക്ഷിച്ചു പോന്ന ആ മഹാത്മാവ് ഈ വ്യക്തമായ അധർമ്മത്തെ തുറന്നു പ്രഖ്യാപിക്കാത്തതെന്തേ? ഭീഷ്മരുടെ ആ വാക്യത്തിൽ നിന്ന് വേണം നമുക്കതിന് മറുപടി കിട്ടുക എന്നെനിക്ക് തോന്നുന്നു. നാം ആ ഭീഷ്മവാക്യത്തിൻ്റെ പശ്ചാത്തലം തൊട്ട് തുടങ്ങണം. അതായത് ഭീഷ്മരത്ര നിസ്സാരക്കാരനല്ല, വിതുരരേക്കാൾ ധർമ്മബോധമുള്ള ആളാണ്. അതുമാത്രമല്ല, ദുര്യോധനെ ചോദ്യം ചെയ്യാനും അവൻ്റെ അധികാരത്തിന്മേൽ കൈകടത്താനും അർഹതയുള്ള ആളാണ്. വീരനാണ്, വില്ലാളി വീരനാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഉത്തരമില്ലാത്ത വിധത്തിൽ അത് അവസാനിപ്പിച്ചു എന്നാണ്. നാം ഭീഷ്മവാക്യത്തിൻ്റെ പശ്ചാത്തലം തൊട്ട് തുടങ്ങണം. അന്ന് അവിടെ നടന്നത് ധർമ്മത്തെ സംബന്ധിച്ച ചർച്ചായോഗമല്ല. ഇന്നത് ധർമ്മം ഇന്നത് അധർമ്മം എന്ന് തീർച്ചപ്പെടുത്തി പിരിഞ്ഞു പോകാനിരിക്കുന്ന ഒരു പണ്ഡിത സദസ്സായിരുന്നില്ല അത്. ആരെന്ത് തീർച്ചപ്പെടുത്തിയാലും ശരി, ദുര്യോധനൻ ദ്രൗപദിയെയും അവൾ വഴി പാണ്ഡവരെയും ആ സഭയിൽ വെച്ച് ആവോളം അപമാനിക്കാൻ വെമ്പിയിരിക്കുകയാണ്. മറ്റു മിക്കവർക്കും അയാളെ പേടിയാകൊണ്ട്, അയാൾ ബലവാനാകൊണ്ട് അതവിടെ നടക്കുകയും ചെയ്യും. ഇതിൽ ദ്രൗപദിക്കും പാണ്ഡവർക്കും രക്ഷാമാർഗം ഒന്നേയുള്ളൂ. യുധിഷ്ഠിരൻ തൻ്റെ വാക്കുമാറ്റി താൻ അവളെ ചൂതുകളിക്കമ്പം മൂലം അർഹത നോക്കാതെ പണയം വെച്ചു പോയതാണെന്ന് തെറ്റുതിരുത്തി ഭീമാദികളോടുകൂടി വേണമെങ്കിൽ ബലം പ്രയോഗിച്ചും അവളെ വീണ്ടെടുക്കുക. അതിന് അദ്ദേഹം ഒരുങ്ങിയാൽ ദുര്യോധനിൽ ഭയമുള്ള ആ സദസ്സ് തിരിഞ്ഞ് യുധിഷ്ഠിരന് ബില്ലിൽ അണിനിരന്നേക്കാം. പാഞ്ചാലിക്ക് രക്ഷയും കിട്ടാം. പക്ഷെ വാക്കുമാറാത്ത യുധിഷ്ഠിരൻ പ്രാണൻ പോയാലും അത് ചെയ്യില്ല. അദ്ദേഹം ചെയ്യാത്തിടത്തോളം കാലം അവിടെ എന്തെല്ലാം ധർമ്മപ്രഖ്യാപനം നടന്നിട്ടും ഒരു ഫലവുമില്ല താനും. ഇതല്ലേ ഭീഷ്മർ ആദ്യം ത്യാജ്യത്തെ സർവഥാം പൃഥ്വീം സമർത്ഥാം യുധിഷ്ഠിരഃ സത്യമധോ ന ജഹ്യാൽ എന്നും രണ്ടാമത് യുധിഷ്ഠിരസ്തു പ്രശ്നേസ്മിൻ പ്രമാണമിതി മീമതി എന്ന് പറഞ്ഞതിൻ്റെ പരമമായ അർത്ഥം ആണെങ്കിൽ അന്ന് ആ കുരുസദസ്സിൽ വെച്ച് പറയപ്പെട്ട മറ്റേത് ധർമ്മപ്രവചനത്തെക്കാളും 10 മടങ്ങ് അർത്ഥഗംഭീരമാണ് ആ ഭീഷ്മവാക്യമെന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ 2ാം വാക്യം ഒരിക്കൽ കൂടി വായിച്ച് അതിനെ താഴെ കാണും വിധം വ്യാഖ്യാനിച്ച് നോക്കുക. ചില പരിതസ്ഥിതികൾ ഇന്നത് ധർമ്മം ഇന്നത് അധർമ്മം എന്ന് നിർണയിക്കുക മഹാത്മാക്കളായ വിപ്രന്മാർക്ക് പോലും എളുതല്ല. ധർമ്മസ്യ ഗഹനാഗതി. അപ്പോൾ ഒരാത്യന്തിക ഘട്ടം വരുമ്പോൾ ധർമാധർമ്മ ചിന്തയിൽ കാലം കളയാതെ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞ് കാലദേശോചിതമായി കാര്യം നടത്തുവാൻ സന്നദ്ധതയുണ്ടാവുകയാണ് മനുഷ്യനാൽ വേണ്ടത്. അതിന് ത്രാണിയുള്ളത് ആർക്കോ അയാൾ പറയുന്നത് തന്നെയാണ് ധർമ്മമെന്ന് മറ്റുള്ളവർ തനിയെ സമ്മതിച്ചുകൊള്ളും എന്നാണ്. അപ്പോൾ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്നാ സദസ്സിൽ പറയപ്പെട്ട മറ്റേത് ധർമ്മപ്രവചനത്തെക്കാളും ശ്രേഷ്ഠമായൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ചില പരിതസ്ഥിതികൾ ഇന്നത് ധർമ്മം ഇന്നത് അധർമ്മം എന്ന് നിർണ്ണയിക്കുക മഹാത്മാക്കളായ ബ്രാഹ്മണർക്ക് പോലും സാധ്യമല്ല. ധർമ്മവും അധർമ്മവും ധർമ്മസ്യ ഗഹനാഗതി, ധർമ്മത്തിൻ്റെ
ഗതി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിലാണ്, ഗഹനമാണ്. അപ്പോൾ ഒരു ആത്യന്തിക ഘട്ടം വരുമ്പോൾ എങ്ങനെ ധർമാധർമ്മങ്ങൾ നമ്മൾ തിരിച്ചറിയും? അപ്പോൾ ശരിക്കും അതിന് കൃത്യമായ കാര്യം ചെയ്യാനുള്ള സന്നദ്ധതയാണ് വേണ്ടുന്നത്. ആ സന്നദ്ധതയുള്ളത് ആർക്കാണോ അയാളാണ് ധർമ്മം, മറ്റേയാൾ മൗനമായിരിക്കുന്ന ആൾ അധർമ്മവും എന്നാണ് പറയുന്നത്. ബലമില്ലാത്തവർ എല്ലാം കണ്ട് മിണ്ടാതെ നിന്ന് സഹിക്കുക മാത്രമേ ഗതിയുള്ളൂ. എന്നാൽ പരമമായൊരു ധർമ്മം എവിടെയോ ഇരുന്ന് ഗഹനമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ആത്യന്തിക വിധി ഇന്നല്ലെങ്കിൽ നാളെ നടത്തപ്പെടാതിരിക്കുകയുമില്ല. അതാണ് ധർമ്മസ്യ ഗഹനാഗതി. ഗഹനമായി എവിടെയോ ആഴത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇന്നത് നടന്നു, അതാണ് ധർമ്മം. അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭത്തിൽ ഇന്നത് നടന്നില്ല, അതാണ് അധർമ്മം. അങ്ങനെ നമുക്ക് പറയാനേ പറ്റില്ല. കാരണം ധർമ്മം എന്ന് പറയുന്നത് നിഗൂഢമായിരുന്നു കൊണ്ട്, ഗഹനമായിരുന്നു കൊണ്ട്, ആഴത്തിലിരുന്നു കൊണ്ട് അതിൻ്റെ ഗതി നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും എന്നാണ്. അതിൻ്റെ അന്ത്യവിധി ഇന്നല്ലെങ്കിൽ നാളെ നടത്തപ്പെടാതിരിക്കുകയുമില്ല. ഈ ദ്യൂത സംരംഭത്തിൻ്റെ ഫലമായി കുരുവംശമാകെ ഏറെ താമസിക്കാതെ മുടിയാൻ പോകുന്നു എന്ന് തീർച്ച അവിടെ തന്നെ പറയുന്നുണ്ട്. ഭീഷ്മർ കുരവ സർവേ എന്ന് പറഞ്ഞതിൽ ധാർത്തരാഷ്ട്രയും പാണ്ഡവരെയും ഉൾപ്പെടുത്തിയിട്ടില്ലേ എന്നും ധാർത്തരാഷ്ട്ര ലോഭപാരായണനും പാണ്ഡവർ മോഹപാരായണനുമായിട്ടുണ്ടെന്നുമല്ലേ അദ്ദേഹത്തിൻ്റെ ആശയമെന്നും ഞാൻ സവിനയം വിഭാവനം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ തുടർന്നുള്ള പദ്യത്തിൽ ദ്രൗപദി ഒരുപോലെ മാത്രമാണ് അക്കൂട്ടത്തിൽ ധർമ്മനിഷ്ഠയായി അദ്ദേഹം എടുത്തു പറഞ്ഞത്. ദ്രൗപദിയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം നല്ലത് പറഞ്ഞത്. പാണ്ഡവരെക്കുറിച്ചോ കൗരവരെക്കുറിച്ചോ അദ്ദേഹം നല്ലത് പറഞ്ഞില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ധാർത്തരാഷ്ട്രന്മാർ കൗരവർ ലോഭപാരായണരും പാണ്ഡവർ മോഹപാരായണനുമായിരുന്നു എന്നാണ്. കൗരവർക്ക് ലോഭം വേണമായിരുന്നു, നേട്ടങ്ങൾ വേണമായിരുന്നു. പാണ്ഡവർക്കാണെങ്കിൽ മോഹങ്ങൾ നേടണമായിരുന്നു. രണ്ടുപേരും ഒരുപോലെ തന്നെ ഇത്തരം ആഗ്രഹങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടവരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ഈ ഭീഷ്മരുടെ ധർമ്മനിശ്ചയം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അന്ന് ധർമ്മത്തിൻ്റെ പേരിൽ ഈ ദൗർബല്യം കാണിച്ചതിൻ്റെ ഫലം ഇതിലും തിക്തതരമായി പാണ്ഡവർക്ക് വീണ്ടും സഹിക്കേണ്ടി വന്നതുകൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. വനവാസകാലത്തൊരിക്കൽ ആ വഴിക്ക് പോയിരുന്ന ജയദ്രഥൻ ഈ കൗരവ സഹോദരന്മാരുടെ സാലൻ ആശ്രമത്തിൽ ഏകാഗിയായി നിൽക്കുന്ന ദ്രൗപദിയെ പിടിച്ചുകൊണ്ട് പോവുകയുണ്ടായി. അജ്ഞാതവാസകാലത്ത് വിരാട രാജാവിൻ്റെ സാലനും അവിടുത്തെ സേനാപതിയുമായ കീചകൻ ഒരു സൂതൻ ദ്രൗപദിയിൽ കാമാഭിനിവേശം കൊണ്ടത് സാധിക്കാത്ത ദേഷ്യത്തിന് അവളെ വിരാട സഭയിലിട്ട് ചവിട്ടുകയുമുണ്ടായി. ശാലാധീനനായ വിരാട രാജാവിനെന്ന പോലെ അജ്ഞാതവാസക്കാരനായ പാണ്ഡവർക്കും അത് നിന്ന് കാണുകയേ നിവർത്തിയുണ്ടായിട്ടുള്ളൂ. പണ്ട് ദ്യൂതസഭയിൽ ചെയ്തതുപോലെ ഭീമസേനു ഉശിരുള്ള 4 വാക്ക് പറയാൻ പോലും നിവർത്തിയുണ്ടായിട്ടില്ല. അതായത് ഇതേ സംഭവങ്ങൾ തന്നെ വീണ്ടും പാഞ്ചാലിയുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ജയദ്രഥനിൽ നിന്നും അതുപോലെ തന്നെ കീചകനിൽ നിന്നും ഒക്കെ അവർക്ക് ഇത് തന്നെ വിരാടസഭയിൽ കീചകനിൽ നിന്നുമൊക്കെ ദ്രൗപദിക്ക് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവരെ മിണ്ടാതെ നിന്ന് കാണുകയല്ലാതെ വേറൊന്നും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മഹാഭാരതത്തിൽ കൂടെ ആവർത്തിക്കുന്നത് പോലെ ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്നാണ്. ധർമ്മത്തിൻ്റെ തത്വം എപ്പോഴും ഗൂഹനീയമായിരിക്കുന്നു, ഗഹനമായും നിഗൂഢമായും ഇരിക്കുന്നു ധർമ്മത്തിൻ്റെ തത്വം. എന്ത് ധർമ്മം എന്ത് അധർമ്മം എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഈ ലേഖനം പൂർത്തിയാകുന്നത് നേശേ ബലസേതി ചരിതധർമ്മം എന്ന് പറയുന്ന തുടർ ലേഖനത്തിലൂടെയാണ്. ഇതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായി ഇവിടെ ചോദിക്കുന്നുണ്ടല്ലോ ധർമ്മസങ്കടം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയില്ല എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്നുള്ള വസ്തുത. ഒരു സമയത്ത് നമുക്ക് തോന്നും ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ അതാണ് ധർമ്മം എന്ന് തോന്നും. പക്ഷെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കുറച്ച് കാലം കൂടെ കാത്തിരിക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അതാണ് ഇവിടെ ധർമ്മമാണ് എന്ന് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ സദസ്സിൽ തോന്നുന്നതാണ് സദസ്സിൽ നടന്നത്. ധർമ്മപുത്രർക്ക് ധർമ്മമെന്ന് തോന്നിയത് മൗനമാണ്. അദ്ദേഹം മൗനം അവലംബിച്ചു. മറ്റുള്ളവരെല്ലാം ധർമ്മപുത്രരുടെ മൗനത്തിൽ വശംവദരായി അവരും മൗനം അവലംബിച്ചു. ദുര്യോധനും അവർക്കത് ഗുണകരമായി തീർന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് ധർമ്മമെന്ന്. അല്ല, അത് നിഗൂഢമായി എവിടെയോ ഇരിക്കുകയാണ്. അതാണ് നമ്മൾ പിന്നീട് കണ്ടത്. യുദ്ധം കഴിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കൗരവർക്ക് സർവ്വതും നഷ്ടപ്പെട്ട് മുച്ചൂടും മുടിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് അവർ ചെന്നെത്തിയപ്പോഴാണ് ഇതാണ് ധർമ്മം
ധർമ്മം നിഗൂഢമായി മറ്റെവിടെയോ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ധർമ്മം എവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അത് ധർമ്മപുത്രരിലാണ് ആ പ്രത്യേക സന്ദർഭത്തിലിരുന്നത്. അപ്പോൾ ധർമ്മപുത്രർ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ സദസ്സ് മുഴുവൻ ധർമ്മപുത്രരുടെ കൂടെ നിന്നേനെ എന്നൊരു സൂചനയാണ് ഭീഷ്മരിവിടെ തരുന്നത്. നീശേ ബിലസീതി ചര്യധർമ്മത്തിൽ അതിൻ്റെ തുടർച്ച പോലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.